ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് കേൾക്കുമ്പോൾ ഇത് ഒരു കമ്പ്യൂട്ടറിനോട് ബന്ധപ്പെട്ട എന്തോ ഒരു വലിയ വിഷയമാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഇത് നമ്മുടെ ജീവിതം മാറ്റിമറിച്ച ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഒരു യാത്രയിലേക്ക് കൊണ്ടുപോകാം. ഈ യാത്ര തുടങ്ങുന്നത് 1960കളിലാണ്. പിന്നെ നമുക്ക് കാണാം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന ആ ആശയം വളർന്ന് ഇന്നത്തെ ആമസോൺ വെബ് സർവീസസ്, ഗൂഗിൾ ക്ലൗഡ് പോലെയുള്ള വലിയ വലിയ കമ്പനികളായി മാറി. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ അതുപയോഗിച്ച് ഒരു ബിസിനസ്, ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ ഒരു ആപ്പ് എങ്ങനെ തുടങ്ങാം. നിങ്ങളുടെ വാട്സാപ്പ് ചാറ്റ് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നതിൻ്റെയും ഉത്തരം ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. റെഡിയാണോ? എല്ലാവർക്കും ഡീപ് ഡ്രൈവിലേക്ക് സ്വാഗതം. എല്ലാ സാങ്കേതിക വിദ്യയ്ക്കും ഒരു കഥയുണ്ട്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനും അതുപോലെ തന്നെ ഒരു കഥയുണ്ട്. 1960കളിലാണ് ഇത് തുടങ്ങുന്നത്. അന്ന് ലോകം മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് കാലഘട്ടത്തിലായിരുന്നു. അന്ന് കമ്പ്യൂട്ടറുകൾ വലുതും വില കൂടിയതുമാണ്. എന്നാൽ ആ കാലത്ത് തന്നെ ചില ശാസ്ത്രജ്ഞർ ചിന്തിച്ചു, എല്ലാവർക്കും കമ്പ്യൂട്ടർ വേണം, എങ്കിൽ നമുക്കതൊരു യൂട്ടിലിറ്റി സർവീസ് ആക്കാം. അങ്ങനെ ജോൺ, ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ്, അന്ന് പറഞ്ഞത് ചരിത്ര പ്രസിദ്ധമായ വാക്കാണ്: കമ്പ്യൂട്ടിംഗ് മേ സം ഡേ ബി ഓർഗനൈസ്ഡ് ആസ് എ പബ്ലിക് യൂട്ടിലിറ്റി. അതാണ് ഇന്നത്തെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ വിത്ത്. പിന്നീട് 1970കളിൽ ടൈം ഷെയറിംഗ് എന്ന ആശയം വികസിച്ചു. ഒരു കമ്പ്യൂട്ടർ പലരും ഒരുമിച്ച് ഉപയോഗിക്കുക, അതാണ് ക്ലൗഡ്. 1980കളിൽ നെറ്റ്വർക്കിംഗ് വളരുമ്പോൾ ആളുകൾ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എന്ന ഒരാശയം മുന്നോട്ട് വെച്ചു. അതായത് പല കമ്പ്യൂട്ടറുകൾ ഒരുമിച്ച് പ്രവർത്തിച്ച് വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഇതാണ് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് അഥവാ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ മുൻപടി. 1990കളിൽ ഇൻ്റർനെറ്റ് വന്നപ്പോൾ കമ്പ്യൂട്ടറുകൾ ലോകമെമ്പാടും ബന്ധപ്പെട്ടു. അതോടൊപ്പം സോഫ്റ്റ്വെയർ ആസ് എ സർവീസസ് എന്ന ആശയം ഉയർന്നു. അതായത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാതെ ബ്രൗസർ വഴി ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഹോട്ട്മെയിൽ, സെയിൽസ്ഫോഴ്സ് മുതലായവ. 2006ൽ ആമസോൺ വെബ് സർവീസസ് പുറത്തിറങ്ങി. അതാണ് ലോകം കണ്ട ഏറ്റവും വലിയ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ആദ്യത്തെ വാക്ക്. പിന്നെ ഗൂഗിൾ ക്ലൗഡ്, മൈക്രോസോഫ്റ്റ് അസ്യൂർ എന്നിവയും രംഗത്ത് വന്നു. ഇന്നത്തെ $multi-trillion ഇൻഡസ്ട്രിയായി ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വളർന്നു. നെറ്റ്ഫ്ലിക്സ്, ഇൻസ്റ്റഗ്രാം, സൂം, ക്യാൻവ എല്ലാം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് തന്നെയാണ്. എല്ലാം ക്ലൗഡിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതായത് എല്ലാവർക്കും സമാനമായ കമ്പ്യൂട്ടിംഗ് പവർ ലഭിക്കുന്നതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നത്. ഇനി ചിന്തിച്ച് നോക്കൂ, നിങ്ങൾ ഒരു ഫോട്ടോ നിങ്ങളുടെ മൊബൈലിൽ എടുക്കുന്നു, അത് ഗൂഗിൾ ഫോട്ടോസിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു, പിന്നീട് മറ്റൊരു ഫോണിൽ നിന്ന് അതേ ഫോട്ടോ കാണുന്നു. എങ്ങനെ അത് സാധ്യമായി? അതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അതായത് നിങ്ങളുടെ ഫോട്ടോ, വീഡിയോ, ഫയൽ എല്ലാം മറ്റൊരിടത്ത് സൂക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾക്കത് ഇൻ്റർനെറ്റ് വഴി ആക്സസ് ചെയ്യാൻ സാധിക്കും, എവിടെയായാലും ലഭിക്കും. അതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ അടിസ്ഥാനം. നമ്മുടെ കമ്പ്യൂട്ടറല്ല, മറ്റാരുടെയോ കമ്പ്യൂട്ടർ ഉപയോഗിക്കുക, പക്ഷേ ഇൻ്റർനെറ്റ് വഴി. ക്ലൗഡ് എന്നത് ആകാശത്തിലുള്ള മേഘം മാത്രമല്ല, അത് ലോകമെമ്പാടുമുള്ള ഡേറ്റാ സെൻറ്റേഴ്സാണ്. ഇനി അതിൻ്റെ ഉൾക്കാഴ്ച നോക്കാം. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ബാക്ക് എൻഡ് ഭാഗം. അന്ന് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് 3 പ്രധാന ഘട്ടങ്ങളാണ്: സെർവേഴ്സ്, സ്റ്റോറേജ്, നെറ്റ്വർക്ക്. സെർവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ കമ്പ്യൂട്ടറുകൾ ലക്ഷക്കണക്കിന് റിസർച്ചുകൾ കൈകാര്യം ചെയ്യുന്നു. സ്റ്റോറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയലുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. നെറ്റ്വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഇൻ്റർനെറ്റ് വഴി ബന്ധിപ്പിക്കുന്നു. ഇനി നമുക്ക് വിർച്വലൈസേഷൻ എന്ന് നോക്കാം. ഈ വിർച്വലൈസേഷൻ എന്ന് പറയുന്നത് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഹൃദയഭാഗമാണ്. അതെന്താണ്? ഒരു വലിയ സെർവർ നമുക്ക് ചെറുതായി എന്ന് വെച്ചാൽ വിർച്വൽ മെഷീൻസായി വിഭജിക്കാം. അങ്ങനെ ഒരു കമ്പ്യൂട്ടറിൽ 100 വെർച്വൽ സെർവേഴ്സ് ഉണ്ടാക്കാം. അതാണ് ക്ലൗഡ് എന്നത് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് 3 തട്ടുകളായി വിഭജിക്കാം: ഇൻഫ്രാസ്ട്രക്ചർ ലെയേഴ്സ്, പ്ലാറ്റ്ഫോം ലെയേഴ്സ്, ആപ്ലിക്കേഷൻ ലെയർ. ഇൻഫ്രാസ്ട്രക്ചർ ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവേഴ്സ്, സ്റ്റോറേജ്, നെറ്റ്വർക്ക്. പ്ലാറ്റ്ഫോം ലെയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പേഴ്സിന് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെൻറ്റ്. ഇനി ആപ്ലിക്കേഷൻ ലെയർ എന്ന് വെച്ചാൽ നേരിട്ട് യൂസർ ഉപയോഗിക്കുന്ന ആപ്സ്.
ക്ലൗഡ് പ്രധാനമായും 3 രീതിയിലാണ് ലഭിക്കുന്നത്. അതിലാദ്യത്താണ് പബ്ലിക് ക്ലൗഡ്. ആമസോൺ വെബ് സർവീസസ്, ഗൂഗിൾ ക്ലൗഡ്, മൈക്രോസോഫ്റ്റ് അസ്യൂർ മുതലായവ. നിങ്ങൾക്ക് മന്ത്ലി പേ ചെയ്യുന്നു, അവർ റിസോഴ്സസ് നൽകുന്നു. രണ്ടാമത്താണ് പ്രൈവറ്റ് ക്ലൗഡ്. വലിയ കമ്പനികൾ അവരുടെ സ്വന്തം ക്ലൗഡ് സിസ്റ്റം സജ്ജീകരിക്കുന്നു. ഉദാഹരണം ബാങ്കുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ. ഇനി ഹൈബ്രിഡ് ക്ലൗഡ്, അതാണ് മൂന്നാമത്തത്. പബ്ലിക് ക്ലൗഡ് പ്ലസ് പ്രൈവറ്റ് ക്ലൗഡ്. ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്നതാണ് ഹൈബ്രിഡ് ക്ലൗഡ്. ഇതിനു പുറമെ മൾട്ടി ക്ലൗഡ് എന്ന ഒരു പുതിയ രീതി വളർന്നു വരികയാണ്. ഒരു കമ്പനി ഒരേ സമയം ആമസോൺ വെബ് സർവീസസും ഗൂഗിൾ ക്ലൗഡും ഉപയോഗിക്കുന്നു. മൂന്നാമത്തതാണ് ഹൈബ്രിഡ് ക്ലൗഡ്. അത് പബ്ലിക് ക്ലൗഡും പ്രൈവറ്റ് ക്ലൗഡും മിക്സ് ചെയ്തൊരു ക്ലൗഡാണ്. ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്നതാണ് ഇത്. ഇതിനു പുറമെ മൾട്ടി ക്ലൗഡ് എന്ന ഒരു പുതിയ രീതി ഇന്ന് വളർന്നു വരുന്നുണ്ട്. ഒരു കമ്പനി ഒരേ സമയം ആമസോൺ വെബ് സർവീസസും ഗൂഗിൾ ക്ലൗഡും ഉപയോഗിക്കുന്നു. ഇനി ഈ ക്ലൗഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാം? ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഒരു ബെസ്റ്റ് ചോയ്സാണ്. മുൻകാലത്ത് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ സെർവേഴ്സ് വാങ്ങണം, ഡേറ്റാ സെൻറ്റർ വേണം, കൂളിംഗ് സിസ്റ്റംസ് വേണം, ചിലവാണെങ്കിൽ കോടികൾ. ഇപ്പോൾ ക്ലൗഡ് ഉപയോഗിച്ച് ഒരൊറ്റ ക്ലിക്ക് മതിയാകും. ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് പറയുകയാണെങ്കിൽ അതിലൊന്നാമത്താണ് ഐഡിയ കണ്ടെത്തുക. ഏതൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. രണ്ടാമത്തത് ക്ലൗഡ് പ്രൊവൈഡർ. ആമസോൺ വെബ് സർവീസസ്, ഗൂഗിൾ ക്ലൗഡ്, മൈക്രോസോഫ്റ്റ് അസ്യൂർ പോലെയുള്ള ക്ലൗഡ് പ്രൊവൈഡർ ഏതാണെന്ന് ചൂസ് ചെയ്യുക. അടുത്തത് ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴി ഹോസ്റ്റ് ചെയ്യുക. നാലാമത്തത് ഡേറ്റാബേസ് ആൻഡ് സ്റ്റോറേജ് എന്ന് വെച്ചാൽ ആമസോൺ വെബ് സർവീസസ്, ഫയർബേസ് പോലെയുള്ളവ. ഇനി മെഷീൻ ലേണിംഗ് ആൻഡ് AI ഇൻ്റഗ്രേഷൻസ് എന്ന് വെച്ചാൽ ആമസോൺ വെബ് സർവീസസ്, സ്റ്റേജ് മേക്കർ, ഗൂഗിൾ വെർട്ടെക്സ് AI ഉപയോഗിച്ച് AI ഫീച്ചേഴ്സുകൾ നിങ്ങൾക്ക് ചേർക്കാം. മോണിറ്ററിംഗ് ആൻഡ് സ്കെയിലിംഗ്. ക്ലൗഡിൽ സെർവർ ലോഡ് ഓട്ടോ സ്കെയിൽ ചെയ്യും. അതാണ് മോണിറ്ററിംഗ് ആൻഡ് സ്കെയിലിംഗ്. ഇനി ഉദാഹരണം പറയുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സ് സ്റ്റാർട്ടഡ് വിത്ത് ആമസോൺ വെബ് സർവീസസ്, ക്യാൻവ റൺസ് ഓൺ മൾട്ടി ക്ലൗഡ്. ഒരു സാധാരണ വ്യക്തിക്കും അതുപോലെ ആരംഭിക്കാം. നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയത് ആമസോൺ വെബ് സർവീസസ് വഴി, സൂം തുടങ്ങിയത് ഗൂഗിൾ ക്ലൗഡ് വഴി, ഇപ്പോൾ ക്യാൻവ എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും വലിയ ഗ്രാഫിക് ഡിസൈനിങ് പ്ലാറ്റ്ഫോം അതിന്ന് റൺ ചെയ്യുന്നത് മൾട്ടി ക്ലൗഡ് വഴിയാണ്. ഇന്നത്തെ യുവാക്കൾക്ക് വലിയ അവസരം നൽകുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ആമസോൺ വെബ് സർവീസസ് എഞ്ചിനീയർ, ക്ലൗഡ് ആർക്കിടെക്റ്റ്, ക്ലൗഡ് സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റ്, ഡേറ്റ എഞ്ചിനീയർ, AI എഞ്ചിനീയർ എല്ലാം ഹൈ പേയിങ് റോൾസാണ്. ഇനി തുറക്കക്കാർക്കായി ഫ്രീ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് വരെയുണ്ട്. ആമസോൺ വെബ് സർവീസസ് സ്കിൽ ബിൽഡർ, ഗൂഗിൾ ക്ലൗഡ് സ്കിൽ ബൂസ്റ്റ്, മൈക്രോസോഫ്റ്റ് അസ്യൂർ ലേൺ. ഇനി വരുന്ന വർഷങ്ങളിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് കൂടുതൽ വ്യാപകമായി വളരും. AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, എഡ്ജ് കമ്പ്യൂട്ടിംഗ് എല്ലാം ക്ലൗഡിൽ മെർജ് ചെയ്യുന്നു. ഭാവിയിൽ ഈവൻ നിങ്ങളുടെ കാർ, ഫ്രിഡ്ജ്, വാച്ച് എല്ലാം ക്ലൗഡിൽ ബന്ധപ്പെടും. ഇതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. 1960കളിൽ തുടങ്ങിയ ഈ ആശയം ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ക്ലൗഡ് നമ്മെ പഠിപ്പിക്കുന്നത് വലുതാകാൻ വലിയ യന്ത്രങ്ങൾ വേണ്ട, വലിയ ആശയങ്ങൾ മതി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം ഇൻഫോസ്പേസ് 24/7 എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ചെയ്ത് പറയൂ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉപയോഗിച്ച് നിങ്ങൾ തുടങ്ങാൻ പോകുന്ന സ്റ്റാർട്ടപ്പിൻ്റെ പേരെന്താണ്? ആ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് നിങ്ങളുടെ ഐഡിയ എന്താണ്? അടുത്ത എപ്പിസോഡിലും മറ്റൊരു മൈൻഡ് ബ്ലോയിങ് ടെക് വിഷയമായി കാണാം. Until then, I am Ashin Srichan signing off from Infospace 24/7.